ആമിർക്ക 15-ാം നൂറ്റാണ്ടിൽ ഗീലാനി നമ്മുടെ അക്ബർ രാജാവിന് കൊടുത്ത സമ്മാനമാണ്. എങ്ങനെയുണ്ട്? എടാ ഷഫീഖേ, ഇത്രയും നല്ല സാധനം ആ മൂലക്കുറുക്ക് കൊടുക്കണോ? അളിയാ, അതാ ഞാനും പറഞ്ഞേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ട് പോലും ഇല്ലടാ. എടാ ഇത് നമുക്ക് എടുക്കാടാ. എടാ ഷഫീഖേ, ഇത് കൊടുക്കണ്ടടാ. ഇക്ക നീ കൊഞ്ചം ലാജിക്കാ തിങ്ക് പண்றா. ഇതെന്തായാലും ഡോക്ടറിനുള്ളതാ. നിങ്ങൾക്ക് അറിയാലോ, ആ ഒറ്റ മനുഷ്യൻ കാരണമാണ് ഞാനിപ്പോൾ മര്യാദയ്ക്ക് നടക്കുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതൊക്കെ. ഓർക്കുമ്പോൾ തന്നെ പേടിയാവാണ്. അല്ലെങ്കിലും ഓരോരുത്തർ കഴിക്കുന്ന അരിമണിയിൽ അവരവരുടെ പേരുണ്ടെന്നാണ്. ഞാനിത് മുഴുവൻ തപ്പിട്ട് ആ ഡോക്ടറെ പേരൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറയുമ്പോ ഇതെന്തായാലും ഡോക്ടറിന് തന്നെ കൊടുക്കും. പോയി വണ്ടിയിൽ കയറി എല്ലാத்தையும் എടുത്തു കൊടുക്ക. വേണമെങ്കിൽ എന്റെ ആട്ടവും കൂടെ എടുത്തു കൊടുക്ക. ഇതുപോലൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന തന്റെ ആ സർഗശേഷി ഉണ്ടല്ലോ. അടുത്ത ഷെഡ്യൂളിൽ നമ്മുടെ ലൊക്കേഷൻ കൊണ്ടുവച്ചേ ഇതുകൊണ്ട് ഞാൻ കലക്കും. ഇപ്പൊ ഡോക്ടറിനെ കണ്ട ശരിക്കും അക്ബർ ചക്രവർത്തി ഹുക്ക വലിക്കുന്ന പോലെ ഉണ്ട്. സാർ എന്താ മഹർഷി? എനിക്കൊരു പുക. സാർ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ? ഞാൻ ഒന്ന് വിളിച്ചോട്ടെ? വേണ്ട വേണ്ട, ഒന്ന് അടങ്ങിയിരിക്കും. നാണം കെടുത്താതെ ചുമ്മാ. ഡോക്ടർ, ഇതൊക്കെ ഷഫീഖിനൊരു സന്തോഷമാണ്. സൂപ്പർ. ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോ ഇത്ര ആക്രമണം കാണിക്കാൻ പാടില്ല. ആകെ നാണം കടത്തി കളഞ്ഞു. ഇതുപോലെ ഊതുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ലടാ ഷഫീഖ്. സത്യോടാ. നീ വേണ്ട ഷഫീഖ്, ഷഫീഖ്, ദുബായ് ഷഫീഖ്, ഇറങ്ങ് ഷഫീഖ്. ഷഫീഖ്, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഒരു വഴി വെട്ടി എന്റെ അമീർക്കാനെ വീട്ടിലേക്ക് എത്തിക്കാൻ. ഇക്ക, ഞാൻ അവളെ കിട്ടിയ നിങ്ങൾക്ക് ഓട്ടോ ഇല്ല, വിമാനം കയറാനുള്ള വഴി ഞാൻ തരും. പോരെ? ആട്ടോ മതിരാ. ഓട്ടോ എങ്ങ ഓട്ടോ. ഷഫീഖേ, ഇപ്പൊ ഈ സമയത്ത് അവളെ വീട്ടിലോട്ട് പോണോ? എന്തേ? ഏയ്, അതിന് അവളുടെ വീട്ടിലേക്കല്ല പോണേ, എന്റെ വീട്ടിലേക്കല്ല പോണേ. കം. ഇവിടെ എന്താ അവിടെ വരെ ഒരു തർക്കഭൂമിയാ. എപ്പ വേണമെങ്കിലും എന്റെ അമ്മായിമ്മ വന്ന് ആക്രമണം നടത്തും. എന്റെ പൊന്ന അമീറണ്ണേ, ഒരു ചെറിയ അതിർത്തി തർക്കത്തിന്റെ പേര് നിങ്ങൾ ഈ രണ്ട് വീട്ടുകാരെ തമ്മിൽ ഇങ്ങനെ അടിയുണ്ടാക്കുന്ന മഹാബോറാട്ടോ. എന്ത് ബോറ്? ഈ അതിർത്തി തർക്കം എന്ന് പറഞ്ഞാൽ ആഗോള പ്രശ്നമാണ്. ഇതിന്റെ പേരിലാണ് ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വരെ ഉണ്ടാവുന്നത്. പിന്നെയാണ് അതിന്റെ വേറെ വീട്ടുകാർ. പേടിക്കണം വാണ്. ഓ, ഈ റമലയുടെ കരച്ചിലും. ഇവിടുത്തെ എവിടെ പോയി കിടക്കുക? ഇവിടുത്തെ എവിടെ?